ഗുരുതര ആരോപണങ്ങളിൽ വിശദീകരണവുമായി ശ്വേതാ മേനോൻ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാകില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്വേതാ മേനോന്റെ പ്രതികരണം. അതേസമയം അൻസിബയുടെ പരാതിയിൽ പോലീസ് ടിനി ടോമിനെ വൈകാതെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, അമ്മയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അൻസിബയും ആലാപാർവതിയും അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ട് ശ്വേതാ മേനോനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. ഇപ്പോൾ അതിനെതിരെ ശ്വേത പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് ഈ സിനിമയിലെ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാകില്ലെന്നാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജനറൽ ബോഡി മീറ്റിംഗിൽ ശ്വേതാ മേനോനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. അൻസിബയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നടിമാർ വലിയ ഗൗരവകരമായ ഒരു ആരോപണം ശ്വേതാ മേനോനെതിരെ ഉന്നയിച്ചു. സംഘപരിവാറിന്റെ പണം വാങ്ങിയെന്ന ആരോപണമാണ്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ശ്വേതാ മേനോന്റെ വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്വേതാ മേനോൻ പറയുന്നത്, അമ്മയിലെ അതായത് മുതിർന്ന താരങ്ങൾ, സിനിമയിൽ അഭിനയിക്കാനൊക്കെ കഴിയാതെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന താരങ്ങളൊക്കെ ഉണ്ട്. അത്തരം താരങ്ങൾ, ഈ കൈനീട്ടം വാങ്ങുന്ന താരങ്ങൾ, അവർക്ക് വേണ്ടിയാണ് ഈ പണം വാങ്ങുന്നത്. പണം വാങ്ങുമ്പോൾ അത് ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല വാങ്ങുന്നത് എന്നൊരു ന്യായീകരണം കൂടി ശ്വേതാ മേനോന്റെ ഭാഗത്ത് വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് അത് BJPയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നൊരു ആരോപണമാണ്. ആ ആരോപണമാണ് വലിയ വിഷയമായി മാറിയത്. അതോടുകൂടിയാണ് കാര്യങ്ങൾ ചർച്ച മറ്റൊരു വഴിക്ക് മാറിയത്. ഹിന്ദി സിനിമാ ലോകത്തെ സംഘപരിവാർ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയതുപോലെ മലയാള സിനിമാ ലോകത്തെയും ശ്വേതാ മേനോൻ വഴി സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ആരോപണം ചില താരങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് നിലപാട് വ്യക്തമാക്കി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശ്വേതാ മേനോന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഒരു പോസ്റ്റ് ഇപ്പോൾ വന്നത്. ഇന്ന് രാവിലെ വന്ന കുറിപ്പിൽ പറയുന്നത്, ഈ വിഷയത്തിൽ, അതായത് ഈ ജനറൽ ബോഡി യോഗത്തിൽ തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. പണം വാങ്ങുമ്പോൾ അത്തരത്തിൽ ജാതിയോ മതമോ മറ്റൊന്നും നോക്കിയല്ല സ്പോൺസർഷിപ്പ് വാങ്ങിയത്. അതിനുവേണ്ടി ഈ പണം വാങ്ങാൻ ഇത്തരം സ്പോൺസേഡ് പരിപാടികളിൽ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രായമായ താരങ്ങൾക്ക് കൈനീട്ടം ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയാണ്, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയരാൻ കാരണം താൻ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെ രംഗത്ത് വന്നതുകൊണ്ടാണ്. നേരത്തെ നടത്തിയ ഒരുപാട് അഴിമതികളുണ്ട്, സാമ്പത്തിക ക്രമക്കേടുകൾ അവർ നടത്തിയിട്ടുണ്ട്. അത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ താൻ കണ്ടുപിടിച്ചതും അത് ചോദ്യം ചെയ്തതുമാണ് തനിക്കെതിരെ ആ ഒരു സംഘം തിരിയാൻ കാരണമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നൊരു കാര്യം കൂടി ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഒരു കാര്യം എടുത്തു പറയാൻ, ഒരു പവർ ഗ്രൂപ്പ് ഈ അമ്മ സംഘടനയെ നിയന്ത്രിക്കുന്നുണ്ട്. ആ പവർ ഗ്രൂപ്പിനെതിരെ താൻ തിരിഞ്ഞതാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയരാനുള്ള കാരണമെന്ന് കൂടി ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണെങ്കിലും വിഷയം, അല്ലെങ്കിൽ ഈ അമ്മയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാറുകയാണ്. അതിന് രാഷ്ട്രീയമാനം വന്നതോടുകൂടി തന്നെ അതിലാണ് കൂടുതൽ തർക്കങ്ങൾ വരുന്നത്. പക്ഷേ BJPയുടെ പണം വാങ്ങിയെന്ന ആരോപണത്തിന്റെ സ്ഥാനത്താണ് അത് അതായത് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെയാണ് പണം വാങ്ങുന്നതെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ മറ്റൊരു ഗൗരവമായ ആരോപണം പവർ ഗ്രൂപ്പ് എന്ന ആരോപണമാണ്. എന്തായാലും ഈ വരുന്ന മണിക്കൂറുകളും അടുത്ത ദിവസങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ ഇനി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഇതിനിടെ അൻസിബയുടെ പരാതിയിൽ വൈകാതെ തന്നെ ടിനി ടോമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ടിനി ടോമിനെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെ അൻസിബയോട് ഈ പരാതി, കാരണം കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്, കളവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വൈകിട്ട് ഹാജരായി മൊഴി നൽകാൻ അൻസിബയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അൻസിബ ഇന്നലെ 5 മണിക്ക് എത്തിയിട്ട് 1 മണിക്കൂറോളം കാത്തിരുന്നിട്ടും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. SHO സ്ഥലത്തില്ല എന്നാണ് അൻസിബയോട് പറഞ്ഞത്. ഇതിലും വലിയ പ്രതിഷേധം അൻസിബ രേഖപ്പെടുത്തിയിരുന്നു. നിരുത്തരവാദപരമായ സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായതെന്നും അൻസിബ പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ഒരുപക്ഷെ അത് മറ്റൊരു സംശയം കൂടി അവിടെ ഉയരുന്നത്, ഈ കോടതിയിൽ പോയി പോലീസിനെ കൊണ്ട് കേസെടുക്കാൻ നിർബന്ധിതരായതുകൊണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടിച്ചതാണോ എന്നൊരു സംശയം ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അൻസിബ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത തുടർ നടപടികൾ ഉണ്ടാവും. കേസെടുത്ത സാഹചര്യത്തിൽ എന്തായാലും പ്രതിസ്ഥാനത്തുള്ള ടിനി ടോമിനെ വൈകാതെ ചോദ്യം ചെയ്യും. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. ശ്വേതാ മേനോനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ അവർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ജനറൽ ബോഡി മീറ്റിംഗിൽ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.